മുല്ലപ്പൂവ്. ഇപ്പം മുല്ലപ്പൂവിൻ്റെ സീസണാണല്ലേ. ഞാൻ ഇങ്ങനെ ഡേ കെയറിൽ ഇരിക്കുമ്പം തൊട്ടപ്പുറ നടുക്ക് കൂടെ ഒരു റോഡുണ്ട്. തൊട്ടപ്പുറ വീടിൻ്റെ മതിലിൽ നിറയെ പൂവ് ഇങ്ങോട്ട് ഉണ്ടായി നിൽക്കാം. അപ്പം ഞാനും ഞങ്ങളുടെ ഋഷിക്കുട്ടിയും കൂടി, നമ്മുടെ ബേബിയുടെ ഉള്ളൊരു കുഞ്ഞാവി കേട്ടോ, ഇന്ന് ഋഷിക്കുട്ടി മാത്രമേ പെൺകുട്ടിയായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പാത്രം എടുത്തു മെല്ലെ, എന്നിട്ട് കുറച്ച് ഞങ്ങൾ ഇപ്പുറം നിന്ന് പറിച്ചു. വേണമെങ്കിൽ നമ്മളത് കട്ട് പറിക്കാന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെ ശരിയല്ലല്ലോ, അത് പറയാൻ പാടില്ല. നമ്മൾ ചോദിച്ചില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളത് പറിച്ചു. ഗേറ്റിന് മുമ്പിൽ നിന്നിട്ട് വാണിയേച്ചേ പോയി അങ്ങോട്ട് നീട്ടി വിളിച്ചേ. അപ്പോൾ വാണിയേച്ചി ഓടി വന്നു. പിന്നെ ഗേറ്റൊക്കെ തുറന്ന് തന്ന് ഞങ്ങൾ കുറേ പറിച്ചു. ഞങ്ങൾക്ക് എത്താതെ ആയപ്പോൾ പിന്നെ നമ്മുടെ ഡേ കെയറിലെ സ്റ്റാഫിന് നല്ല പൊക്കമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ രണ്ടുപേരെ വിട്ടിട്ട് ഞാനും കുഞ്ഞും കൂടെ കയറിപ്പോയി. അവർ പറിച്ച് കൊണ്ട് തന്നതാണ് ഇത്. ഞങ്ങളിത് കോർത്തിപ്പോൾ തലയിൽ ചൂടിട്ടോ. ശരിക്കുവേ ഈ മുല്ലപ്പൂവൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒരു സാധനം അല്ലേ. ചെറുപ്പത്തിലൊക്കെ ഇത് എപ്പോഴും ഇതിങ്ങനെ വിരിയണ സമയത്ത് ഇത് ചൂടാത്തൊരു ദിവസമില്ല. ഇതിങ്ങനെ പറിക്കുക, കോർക്കുക, ചൂടുക. ഇനി എവിടെയും പോണില്ല വെച്ചാലും ഇത് നിർബന്ധമായിരുന്നേ. പക്ഷെ ഇപ്പം കുറേ ആയിട്ട് ഇത് തലയിൽ വെക്കാനേ വയ്യ. പ്രായാധിക്യംമൂലാണോ എന്നറിയില്ല, തലയിൽ വെച്ച അപ്പം തലവേദനയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ശരിക്കും മുല്ലപ്പൂ പറിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് എന്താണെന്നൊന്നും വലിയ അറിയില്ല. പക്ഷെ നമ്മൾ അനുഭവിച്ച ആ ഒരു ഫീല്, ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇല്ലേ, നമ്മൾ നമ്മുടെ ബേബീസിനും കൊടുക്കണമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡേ കെയറിലെ ബേബി കെയർ ഹോമിലെ നമ്മുടെ ബേബി ഡോളിലെ ബേബീസിനും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യം ഉണ്ടാക്കാറുണ്ട്. ശരിക്കും ഇത് നല്ലോണം വിരിഞ്ഞു. ഇതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മുല്ലപ്പൂവ് നമ്മൾ തലേന്ന് പറിച്ചു വെക്കുമല്ലോ, മുട്ട് പിറ്റേന്ന് വിരിയാറായ മുട്ട് തലേന്ന് പറിച്ചു വെക്കില്ലേ. നൂലിതാക്കണ്ടോ ഞാൻ ഇവിടെ നൂലിതാ കഴിച്ചു തുടങ്ങി ഓരോരുത്തർ. എന്നിട്ട് അത് രാത്രിയെ കോർത്ത് വെക്കും. രാവിലെ ആകുമ്പോൾ അത് പകുതിയെ വിരിയുള്ളൂ, പക്ഷെ നല്ല രസമാണ്. അപ്പല്ലേ നിങ്ങളൊക്കെ എങ്ങനെയാണ് മുല്ലപ്പൂവ് രാത്രി പറിച്ചു വെക്കലാണോ രാവിലെ പറിച്ചു വെക്കലാണോ പറയണം കേട്ടോ. എനിക്ക് കമൻറ്റ് എൻ്റെ സ്റ്റാഫ് പറയാ, എൻ്റെ അക്ക പറയാ രാത്രിയാണ് പറിച്ചു വെക്കേണ്ടത്. നേരെ രാത്രി പറിച്ചു വെക്കണം, നല്ല രസമില്ല. ഇതിങ്ങനെ കുറേ വിരിഞ്ഞാൽ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അയ്യോ നമ്മുടെ പിന്നെ മുല്ല കോർക്കണ കോട്ടൻ്റെ ഇത് മുല്ല കോർക്കണമെന്നല്ല, ഇവിടുത്തെ ആവശ്യത്തിന് വാങ്ങിയത്. അത് മുഴുവൻ ഇവിടെ ഇരുന്ന ഒരാൾ എന്താക്കി അഴിച്ചഴിച്ച് കളിക്കുകയാണ് നമ്മുടെ ഋഷിക്കുഞ്ഞൻ. ഒരുവിധം എല്ലാം അഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിന്ന് പൂവൊക്കെ പറിച്ച് ചൂടട്ടെ കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറയണേ.